ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ടെക്നോപാർക്കിൽ ഹയർ ചെയ്യുന്ന 4 വാക്കൻസീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ വാക്കൻസി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് സോഷ്യൽ മീഡിയ കണ്ടന്റ് ട്രെയിനി ആണ്. ഇതൊരു ഫുള്ളി റിമോട്ട് ജോബാണ്. ഫുൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കും ജോബ് റോള്. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു വാക്കൻസിയാണ്. ബേസിക് സ്കിൽ എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീല്, യൂട്യൂബിൽ ഷോർട്സ് ഇതെല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണ്. നിങ്ങൾ CV അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും കൂടെ മെൻഷൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ടായിരിക്കും അവർ നിങ്ങളെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ വാക്കൻസി എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണിത്. മൂന്നാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് പ്രോസസ് അസോസിയേറ്റ് ട്രെയിനി ആണ്. ഇതും ഫ്രഷർ ജോബ് റോൾ തന്നെയാണ്. എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻ എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണ്. അതുമാത്രമല്ല 2024 to 2025 ബാച്ചസ് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ. അടുത്ത വാക്കൻസി എന്ന് പറയുന്നത് QA എഞ്ചിനീയർ ആണ്. മാനുവൽ ടെസ്റ്റിംഗ് ആണ്. ഇവിടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എക്സ്പീരിയൻസ് 2 to 4 years ഓഫ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞ വാക്കൻസി ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വീട്ടിലോട്ട് പോകാം. ആദ്യത്തെ വാക്കൻസിയാണ് സോഷ്യൽ മീഡിയ ആൻഡ് കണ്ടന്റ് ട്രെയിനി. ഇതാർക്കെല്ലാം അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റുഡൻസ് കറൻ്റ്ലി പെർസ്യൂയിങ് സ്റ്റഡീസ്, ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗെയിനിങ് പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ്. ഇവിടെ പ്രിഫേർഡ് സ്കിൽസ് കൊടുത്തിട്ടുണ്ട്. കീ റെസ്പോൺസിബിലിറ്റീസ് വായിച്ച് നോക്കുക. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഷോർട്ട് വീഡിയോസ്, റീൽസ്, ഷോർട്സ് യൂസിങ് അനിമേഷൻ ബേസ്ഡ് കണ്ടന്റ്, റൈറ്റ് ക്യാപ്ഷൻ, സ്ക്രിപ്റ്റ്സ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഷോർട്ട് ആർട്ടിക്കിൾസ്, റിസർച്ച് ട്രെൻഡ്സ്, ഹാഷ്ടാഗ്സ്, ഓഡിയോ ആൻഡ് ന്യൂ കണ്ടന്റ് ഐഡിയാസ്, അസിസ്റ്റ് വിത്ത് ജോബ് പോസ്റ്റിംഗ് ആൻഡ് സിമ്പിൾ റിക്രൂട്ട്മെന്റ് ടാസ്ക്, സപ്പോർട്ട് എൻഗേജ്മെന്റ് എഫേർട്ട്, DMs ആൻഡ് കണ്ടന്റ് ഓർഗനൈസേഷൻ, ട്രാക്ക് കോമ്പറ്റീറ്റർ പേജസ് ആൻഡ് പ്രിപ്പയർ ബ്രീഫ് റിസർച്ച് നോട്ട്സ്. ഇതൊക്കെയാണ് കീ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുള്ള മെയിൻ കാര്യങ്ങൾ. സോ ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ CV പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ CV അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്ലീസ് ഇൻക്ലൂഡ് ലിങ്ക്സ് ടു യുവർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ ഓർ എനി പോർട്ട്ഫോളിയോ ഷോർട്ട് കേസിംഗ് യുവർ ക്രിയേറ്റീവ് വർക്ക്. ശേഷം നിങ്ങൾ CV പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ഒരു ഇമെയിലോട്ട് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വാക്കൻസി എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ കീ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ability to handle customer queries, complaints and escalation professionally, problem solving skill with a customer centric approach, good organization and time management abilities, basic computer knowledge, ability to work in a fast paced environment and manage multiple tasks, patience, empathy and strong listening skill. ഇതൊക്കെയാണ് കീ സ്കിൽസിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നുണ്ട് interact with the customer through calls, emails and message to resolve queries and provide timely information, maintaining strong relationship with the existing customer, assist customer in understanding products, handle customer complaints, follow up with the customer on pending matters, maintain accurate records of customer interaction, coordinate with the internal teams, identify customer needs and support, contribute to improving customer experience and service quality. ഇതൊക്കെയാണ് പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്ന കീ റെസ്പോൺസിബിലിറ്റീസും. നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് യൂസ് ചെയ്തിട്ട് CV പ്രിപ്പയർ ചെയ്യുക. ആ ഒരു CV ഈ ഒരു ഇമെയിലോട്ട് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ജോബ് റോളാണ് പ്രോസസ് അസോസിയേറ്റ് ട്രെയിനി. ഇതും ഒരു ഫ്രഷർ ജോബ് റോൾ തന്നെയാണ്. പക്ഷേ 2024 to 2025 പാസ് ഔട്ട് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് വില്ലിംഗ് ടു വർക്ക് ഇൻ നൈറ്റ് ഷിഫ്റ്റ്, ഫ്രഷേഴ്സ് പ്രിഫേർഡ് ഫ്രം ഇൻ ആൻഡ് ഔട്ട് അറൗണ്ട് ട്രിവാൻഡ്രം, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ മതി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇമ്മീഡിയറ്റ് ജോണർ ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. സപ്പോർട്ട് ഡെയിലി ഓപ്പറേഷൻസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, കോർഡിനേറ്റ് വിത്ത് ടീംസ് ടു എൻഷുർ സ്മൂത്ത് വർക്ക് ഫ്ലോ, മെയിൻറ്റെയിൻ അക്യുറസി ആൻഡ് എഫിഷ്യൻസി in all assigned tasks, contribute to process improvement initiative. ഇതൊക്കെയാണ് കീ റെസ്പോൺസിബിലിറ്റീസിൽ പറഞ്ഞ കാര്യങ്ങൾ. പ്രിഫേർഡ് സ്കിൽസ് ഉണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയതിന് ശേഷം CV പ്രിപ്പയർ ചെയ്യുക. ആ ഒരു CV നിങ്ങൾ ഈ ഒരു ഇമെയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത വാക്കൻസി എന്ന് പറയുന്നത് QA എഞ്ചിനീയർ ആണ്. ഇത് മാനുവൽ ടെസ്റ്റിംഗ് ജോബ് റോളാണ്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് 2 to 4 years ഓഫ് എക്സ്പീരിയൻസ്. പ്രിഫേർഡ് സ്കിൽസ് പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് ഫങ്ഷണൽ requirements and prepare test plans, test cases and test scenarios, perform functional, regression, integration and system testing, log defects, track resolution and retest fixes, collaborate closely with developers, participate in release validation. ഈ ഒരു കീ റെസ്പോൺസിബിലിറ്റി സെക്ഷൻ നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം CV പ്രിപ്പയർ ചെയ്യുക. കാരണം ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് ആയിരിക്കണം നമ്മൾ CVയിൽ ആഡ് ചെയ്യേണ്ടത്. റിക്വയർഡ് സ്കിൽസിൽ പറയുന്നുണ്ട് സ്ട്രോങ് എക്സ്പീരിയൻസ് ഇൻ മാനുവൽ ടെസ്റ്റിംഗ്, ഗുഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് SLDC, എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ അജൈൽ സ്ക്രം എൻവയോൺമെൻറ്റ്, knowledge of tools such as Jira, Azure DevOps or similar,
ഷോങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് അനാലിറ്റിക്കൽ തിങ്കിങ്, ഹെൽത്ത് കെയർ ഡൊമൈൻ എക്സ്പീരിയൻസസ് ഇൻ ആഡഡ് അഡ്വാൻറ്റേജ്. നിങ്ങൾ CV അപ്ലൈ ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ ഈ ഒരു ജോബ് ടൈറ്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഇമെയിലിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് CV അപ്ലൈ ചെയ്യാൻ പറ്റും.